ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിയറ്റ്നാം യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷോറൂമിലെത്തി. അപ്പോൾ കുറച്ച് പുതിയ സ്റ്റോക്ക് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. പുതുതായിട്ട് നമുക്കൊരു കിഡിലെ മിന്നോവ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ അസിമോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അസിമോനോട് നമുക്ക് പുതിയ സ്റ്റോക്കുകൾ ഏതൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. കാരണം ഞാൻ ഇന്ന് വന്നതുകൊണ്ട് തന്നെ പുതിയ വന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തലയിൽ കയറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫുൾ അസിമോനെ കൊണ്ടാണ് പറയിപ്പിക്കാൻ പോണത്. എന്നാൽ അസിമോനെ വായിക്കാം. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളൊന്ന് കാണിച്ചാലോ. അപ്പോൾ ഇനി കുട വേണ്ട, നല്ല മഴയായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സഫാരി കാർസിൻ്റെ കുട കണ്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു, കുട തരാൻ പറ്റുമോ, കുട സഫാരി കാർസിൻ്റെ അയച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഈ കുട നമുക്ക് നമ്മളെ ബ്രാൻഡിങ്ങിൽ സെയിലിനുള്ള കുട ഒന്നുമല്ല, നമ്മളെ പരസ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ കരുതിയ 6 പേർക്ക് അയച്ചു കൊടുക്കാൻ പോവാണ്. 2 ആൾക്ക് ഫേസ്ബുക്കിൽ നിന്നും, 2 ആൾക്ക് യൂട്യൂബിൽ നിന്നും, 2 ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അയക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് 2 ആളെ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് നമ്മൾ സഫാരി കാർസിൻ്റെ ലോഗോയോട് കൂടിയില്ലേ കുട നമ്മൾ അയച്ചു തരുന്നതാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് വീണ്ടും ആഡ് ചെയ്യുക, കുട എല്ലാവർക്കും കൊടുക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അസ്മോനെ നേരെ തുടങ്ങാം. നമുക്ക് കിയ സെൽറ്റോസ്, കുറേ ആളുകൾ എൻക്വയറി ഉള്ള മോഡലാണ് കിയ സെൽറ്റോസ്. അപ്പോൾ 2 പുതിയ സ്റ്റോക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. എത്രയൊക്കെ മോഡലാണ്? രണ്ടും 2020 മോഡൽ GT ലൈനിന് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പോൾ കിയ സെൽറ്റോസ് നോക്കണവർക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ, GT ലൈൻ അല്ലേ, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്കും വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും രണ്ടും ഉണ്ട്. 2 ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ, 2 സിംഗിൾ ഓണർഷിപ്പിലുള്ള, 2 കിലോമീറ്ററിൽ വ്യത്യാസമുണ്ട്. ഈ വൈറ്റ് വാഹനം 80,000 കിലോമീറ്ററും ബ്ലാക്ക് 25,000 കിലോമീറ്ററും. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമുണ്ട്, ഒരു 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷെ രണ്ടും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ്. 2 കമ്പനി റെക്കോർഡ് ഹിസ്റ്ററി കാര്യങ്ങളില്ല, കംപ്ലീറ്റ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. അപ്പോൾ 100% ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റും. ഇത് ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇപ്പോൾ 24 ലക്ഷം റുപ്യന്റെ മേലെ വരുന്നുണ്ട്. പോരാത്തിന് ഡീസലിന് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ബുക്കിംഗ് സമയം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എടുക്കേണ്ട ആൾക്കാർക്ക് പുതിയത് എടുക്കുക. നിങ്ങൾ ചെറിയൊരു ഡിപ്രസിയേഷനോട് കൂടി പെട്ടെന്ന് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 17,50,000 രൂപ. 17,50,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. 2 ഓട്ടോമാറ്റിക് ആണ്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ സെൽറ്റോസിന് അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രൈസും വരുന്നത്. അടുത്ത വാഹനം, ഈ ഒരു വാഹനം എത്ര കൊടുക്കാം? കിലോമീറ്റർ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ബ്ലാക്ക് കളർ. നമുക്ക് 18,50,000. 1 ലക്ഷം രൂപന്റെ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കിലോമീറ്ററിലുണ്ട്. 60,000 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അതിനുള്ള പ്രൈസ് ഡിഫറൻസ് വണ്ടിമല്ല, ഇതേ കണ്ടീഷൻ തന്നെ ആ വാഹനമുണ്ട്. 2 നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റിയ വാഹനങ്ങളാണ്. അപ്പോൾ ഈ കിയ സെൽറ്റോസിന് അത്യാവശ്യം റീസെയിൽ മാർക്കറ്റ് ഉണ്ടായതുകൊണ്ടാട്ടോ ഈ പ്രൈസ്. എങ്കിലും പുതിയ വണ്ടി എടുക്കുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിപ്രസിയേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോക്കിലെ വാഹനങ്ങൾ ഇങ്ങനെ കാണിക്കാം. ജീപ്പ് മെറീഡിയൻ ഓൺലി 6,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 23 മോഡലാട്ടോ, ആകെ ചെറിയ പഴക്കമുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അതേപോലെ ഇവോക്ക് ഉണ്ട്. ചെറിയൊരു വിലക്ക് ഇവോക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് 2014 മോഡല് ഡീസലിൽ ഇവോക്ക് 24 ലക്ഷം രൂപക്ക് 2014 മോഡല് ഡീസൽ റേഞ്ച് റോവർ ഇവോക്ക്. അതേപോലെ ഒരു കിഡിലെ വാഹനം നമുക്ക് വന്നിട്ടുണ്ട്. ഇതും ഇവോക്കാട്ടോ, ഒറിജിനൽ കേരള വാഹനം തന്നെ. 2016 വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് ഈ ഒരു ഇവോക്കും. പിന്നെ സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ട് നമുക്ക്, റേഞ്ച് റോവറിൻ്റെ ഒരു വെലാറ്. ഇവനൊരു മുതലാണ്. ഇതിൻ്റെ ഒരു വീഡിയോ, സിംഗിൾ വീഡിയോ തൊട്ടടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഇത് കംപ്ലീറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സ്പെഷ്യൽ സംഭവമാണ്. 2019 മോഡല് വെലാറാണിത്. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 40,000 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എന്താ പറയാത്ത വെച്ചാൽ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ സിംഗിൾ റിവ്യൂ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇത് എക്സ്ഷോറൂം പ്രൈസ് തന്നെ 87 ലക്ഷം വരും. ഇത് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 1,10,00,000 രൂപേൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ GL 350 ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയാണ്. അതേപോലെ Audi Q7 ഉണ്ട്, ടാറ്റ സഫാരി ഉണ്ട്. ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്ര താറിൻ്റെ 4 വീൽ ഡ്രൈവിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്നതുകൊണ്ട് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്.
ലോ കിലോമീറ്റർ വാഹനങ്ങൾ. ലോ കിലോമീറ്റർ വാഹനങ്ങൾ. റെഡ് വേണ്ടവർക്ക് റെഡും ഉണ്ട്, ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്കും ഉണ്ട്. അതായത് 2 വണ്ടി ഇപ്പോൾ കാണിക്കാം. പക്ഷേ ഒരു വണ്ടി ഇപ്പോൾ നമ്മളെ കസ്റ്റമർ ട്രെയിൽ പോയി വന്നിട്ടാണുള്ളത്. ഇപ്പോൾ ട്രെയിൽ പോയി വന്ന പോലെ ഇറങ്ങുകയാണ്. ഇത് നമ്മളെ കസ്റ്റമറാണ്, ഇപ്പോൾ ട്രെയിൽ പോയി വന്നതാണ്. നിങ്ങളുടെ പേരെന്തേന്? സമീർ അലി. എവിടെ വീട്? തിരൂരങ്ങാട്. അപ്പോൾ അവരെ ഏതൊക്കെ വണ്ടി ലക്ഷ്യം വെച്ച് വന്നതാണ്. വന്നപ്പോൾ താറൊന്ന് ട്രെയിൽ നോക്കി. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? ആ അതെ, ഇൻഷാല്ല. താറാഗ്രഹമല്ലേ? മുമ്പേ മക്കൾക്ക് താറാഗ്രഹമുണ്ട്. ഏതായാലും ഓടിച്ചു നോക്കുന്നുണ്ട്. നിങ്ങളെ പേരെന്താ പറഞ്ഞത്? അലിയാസ്. ഇയാൾ പറഞ്ഞത് എന്താണോ, വണ്ടി എടുക്കോളം നമ്മൾ വീഡിയോ കണ്ടിരുന്നു, വണ്ടി എടുത്തപ്പോൾ വീഡിയോ കാണൽ നിർത്തി. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് വണ്ടി എന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ വീഡിയോസ് കാണും. ഇപ്പോൾ വീഡിയോ കാണില്ല, അപ്പോൾ നെഞ്ഞും കാണണം. അതെ, തീർച്ചയായിട്ടും മാറ്റണം. നമ്മൾ സ്റ്റെപ്പായിട്ട് പോകണല്ലോ ഇൻഷാല്ല. ഇനി നമുക്ക് BMW, ബെൻസും, റേഞ്ച് റോവറൊക്കെ എടുക്കാനാകുമ്പോൾ നിങ്ങളത് നോക്കണം ഇൻഷാല്ല. മുപ്പത് ഇന്നോവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ട്രെയിൽ നോക്കി വന്നപ്പോൾ കണ്ടതാണ്. ഇതാണ് മഹീന്ദ്ര താർ 4 വീൽ ഡ്രൈവിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ എഞ്ചിന് വരുന്ന വണ്ടിയാണിത്. അതായത് ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഇത് നേരെ വരുമ്പോൾ പെട്രോളും. അപ്പോൾ പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ആണല്ലോ. ചില ആളുകൾക്ക് നല്ല ഓട്ടം ഉണ്ടാവും, നല്ല നിൽക്കാതെ ഉപയോഗമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഡീസൽ ഓപ്ഷൻ എടുത്താൽ മതി. കാരണം മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. നിങ്ങൾക്ക് വലിയൊരു ഓട്ടമല്ല, ചെറിയൊരു ഫാമിലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു താറ് വേണം, അത് ആ ഒരു ലുക്കും ആ ഒരു പ്രൗഢിയൊക്കെ നിലനിർത്തുകയും ചെയ്യുക. ഇന്ന് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. നിങ്ങൾക്ക് ചെറിയ ഉപയോഗമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് ലേശം ഷോർട്ട് ഉണ്ടാവും. സെയിം ഓപ്ഷനാണ്. ഇപ്പം നേരത്തെ ഞാനും അസിമോനും ചെറിയൊരു തർക്കം നടന്നു അവിടെ. കാരണം താറിന് ഞാൻ ഈ കസ്റ്റമറോട് പറഞ്ഞു ഒരു 15 കിലോമീറ്ററൊക്കെ ഓട്ടോമാറ്റിക്കിന് ഡീസലിന് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അസിമോൻ പറയുകയാണെങ്കിൽ 20 കിട്ടും. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം? 20 കിലോമീറ്റർ ഞങ്ങൾ അതായത് ഒരു കസ്റ്റമർക്ക് ചെറിയ ഡോട്ട് ഉണ്ടായ സമയത്ത് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കുത്തിരുന്നിട്ട് ഓടിച്ചു. പക്ഷെ ഒരു 15-20 കിലോമീറ്റർ ഓടിച്ച സമയത്ത് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീറ്ററിൽ കാണിച്ചതിന് 10.7 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്ന സമയത്ത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ മൈലേജ് കിട്ടില്ല എന്ന്. അതിന് ഞാൻ ഡ്രൈവിംഗ് സീറ്റ് കയറി കുത്തിന്റെ ഏകദേശം ഒരു ഹൈവേ നിറഞ്ഞ സ്ട്രൈറ്റ് റോഡാണ് ഓടിച്ചിങ്ങനെ പോകാൻ എനിക്ക് ഏകദേശം 21.9 കിലോമീറ്ററോളം മൈലേജ് ആവറേജ് കാണിച്ചു. അപ്പൊ താറിന് 21 കിലോമീറ്റർ ആവറേജ് മൈലേജ് ഇതിൽ മീറ്ററിൽ കാണിച്ചു. അപ്പോൾ എനിക്കിപ്പോഴും ഉറപ്പില്ല. കാരണം 21 കിലോമീറ്റർ താറ് ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവിന് കിട്ടുക എന്ന് പറയുമ്പോൾ പെരും മൈലേജാണ്. പക്ഷേ നമുക്ക് പ്രൂഫ് സഹിതം നമ്മളെ കസ്റ്റമർക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരു എപ്പിസോഡായിട്ട് ഈ മഹീന്ദ്ര താറ് 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടിക്ക് എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. എന്തായാലും നിങ്ങളൊരു ഡീസലിന് ഇപ്പോൾ 15 കിലോമീറ്റർ പ്രതീക്ഷ മതി. പക്ഷെ ഇവർ ഓടിച്ചിട്ടുണ്ടാവുക RPM കയറ്റാതെ, ഞങ്ങൾ 2 RPM മീറ്റർ കയറാതെ ഇങ്ങനെ ഓരോന്ന് മാറി ശ്രദ്ധയോടുകൂടിയാണ് പതുക്കെ ഓടിച്ചു. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടൂല. അപ്പോൾ സൂക്ഷിച്ച് ചെറിയ ഒരു RPM 16 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പരിചയം പെട്രോളിൻ്റെയും കാണിക്കാം, ഡീസലിൻ്റെയും കാണിക്കാം തീർച്ചയായിട്ടും അല്ലേ. ഇപ്പോൾ നമുക്ക് പെട്രോൾ താറിൻ്റെ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ മൈലേജ് പ്രതീക്ഷ മതി. ഡീസൽ ആകുമ്പോൾ ഒരു 15-ൻ്റെ ഉള്ളിൽ പ്രതീക്ഷ മതി. ബാക്കിയൊക്കെ നമ്മുടെ ഡ്രൈവിങ്ങിനനുസരിച്ചൊക്കെ ഉണ്ടാവും. മെയിൻ്റനൻസ് വളരെ ഷോർട്ടാണ്. കാരണം പെട്രോൾ ആകുമ്പോൾ നിങ്ങൾക്ക് അധികം നിർത്തിയിട്ടാലും വലിയ കുഴപ്പമില്ല. കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഡീസൽ വണ്ടി നിർത്തിയിടാൻ പറ്റില്ല, നിർത്തിയിട്ടാൽ ഡീസൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ആവും. അങ്ങനെയല്ല കേട്ടോ. ഒരാഴ്ചയിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓയിലും വെള്ളവും കാര്യങ്ങളൊക്കെ നോക്കി ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും അതും നമുക്കൊരു എപ്പിസോഡാക്കാം. വരും വീഡിയോസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. കുറേ പരാതി ഉണ്ട് നമ്മൾ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്ന്. ക്ഷമിക്കണം. കാരണം നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരുന്നതിനനുസരിച്ചും നമ്മുടെ കസ്റ്റമർ വരുമ്പോൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഓരോ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമുക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവം അവിടെ ഉപകാരപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ താറിൻ്റെ വില പറയാം. ഫൈനലി 14,25,000 രൂപക്ക് 4 വീല് ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൻ വരുന്ന കിലോമീറ്റർ 30,000 കിലോമീറ്റർ 8 മാസം വണ്ടി. ഇതിന്റെ കിലോമീറ്റർ 19,000 വെറും 19,000 കിലോമീറ്ററുടെ ഡീസൽ വാഹനം. എത്ര വില? 2022 10 മാസം വണ്ടിയാണ്. ഒരു വർഷം മോഡൽ കൂടുതലും ഉണ്ട്. വില പറഞ്ഞോ? 18,50,000 രൂപ. അപ്പോൾ 2 വണ്ടിൻ്റെ വിലയും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി താറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മൈലേജ്, അതേപോലെ സർവീസ് കോസ്റ്റ്,
ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഇതിന് എന്തൊക്കെ സംഭവങ്ങളുടെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അധികം വൈകാതെ നമ്മുടെ ചാനലിൽ ചെയ്യാം. കമ്പനിയിൽ തന്നെ വാറണ്ടി ബാലൻസിലുള്ള വണ്ടിയാണ്. ഒരു പുതിയ വണ്ടി എടുക്കണ ഫീൽ എടുക്കാൻ പറ്റും. അതൊക്കെ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇതൊക്കെ കാണിക്കാൻ സത്യത്തിൽ പേടിയാണ്. ഒരു വണ്ടിയുള്ളൂ നമ്മളെത്തിയിട്ടുള്ളത്. Z ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 മോഡലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 1,75,000 കിലോമീറ്റർ. പുറത്ത് വണ്ടി ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. വിത്ത് NOC എത്ര കൊടുക്കും? 14,90,000 രൂപ. 14,90,000 രൂപക്ക് G4 അല്ല, V അല്ല, Z ഓട്ടോമാറ്റിക് വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള അതർ സ്റ്റേറ്റിലുള്ള വണ്ടിയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന RT ഓഫീസിലോട്ട് നമ്മൾ NOC എടുത്തരും. അതല്ല നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ അത് നമ്മൾ ഫൈനലാക്കിയിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞെന്ന് നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കമ്പനി ഹിസ്റ്ററിയോട് കൂടിയാണ് നമ്മൾ തരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട. അപ്പോൾ മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ്, കിലോമീറ്റർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഓരോ വണ്ടിക്കും നമ്മൾ എടുത്ത് പറയണ്ടല്ലോ. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊയോട്ട അർബൻ ക്രൂയിസർ. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ചാടി പറഞ്ഞു. 2022 മോഡലില് ഫുൾ ഓപ്ഷൻ നേരെ താഴെ വരുന്ന 20,000 കിലോമീറ്ററോടെ പെട്രോൾ എഞ്ചിൻ. 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ലോ ആണ്. 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന്റെ പ്രൈസ് 10,90,000 രൂപ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? 13 ലക്ഷം രൂപ മേലെ വരുന്നുണ്ട്. അർബൻ ക്രൂയിസർ അറിയുമ്പോഴേ ഈ പ്രൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡിമാൻഡ് ഇല്ല, അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനൊരു വണ്ടിയുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ടൊയോട്ട അൾട്ടിസ്. ഞാൻ വിയറ്റ്നാമിക്ക് പോണതിൻ്റെ മുന്നേ 2 അൾട്ടിസിൻ്റെ വീഡിയോ ഇട്ടിട്ടാണ് പോയിരുന്നത്. അതിൽ ഒരു വണ്ടി നമുക്ക് സെയിലായിട്ടുണ്ട് 2015. രണ്ടും കൊടുത്തോ? അത് ശരി, ഞാൻ അറിഞ്ഞിട്ടില്ല. ഗെയ്സ് സോറി, ഞാൻ അറിഞ്ഞിട്ടില്ല. വിറ്റിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പുതിയൊരു അൾട്ടീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതും അതേപോലെ ഒരു കസ്റ്റമർ പാലായിൽ നിന്ന് ഏകദേശം ഒരു നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് അവർ ഇവിടെ എത്തുന്നത്. ഫാമിലിനെ കൊണ്ട് വരുന്നത്. ഏകദേശം ഒരു 9:30 മണിയൊക്കെ നമ്മുടെ ഷോറൂമിലെത്തിയപ്പോൾ പാർക്ക് ആൻഡ് സെയിലിൽ നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടി പാലിന്ന് വന്നാട്ടോ. ഒട്ടനവധി വണ്ടികൾ നമുക്ക് പല ജില്ലയിൽ നിന്നും ആളുകൾ പാർക്ക് ആൻഡ് സെയിലിന് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് പറയുന്നത് അതാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട അത്രയും ലോങ്ങിൽ നിന്ന് ആളുകൾ ഇവിടെ വണ്ടി നമ്മൾ ഏൽപ്പിച്ചു പോയി. ഇതിനി അവർക്ക് ഒരു ബെറ്റർ പ്രൈസിൽ സെയിൽ ചെയ്ത് അവരെ പൈസ കൊടുക്കുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലാറാണ് നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പാർക്ക് ആൻഡ് സെയിലിന് നമ്മളൊരു കസ്റ്റമർ ഏൽപ്പിച്ചതാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. 16 മോഡലില് 1,36,000 കിലോമീറ്റർ ഓൾറെഡി ഇവിടെ കേരളത്തിലോട്ട് മാറിയിട്ട് പാലാ രജിസ്ട്രേഷനിൽ തന്നെ നമ്പർ ആയിട്ടുണ്ട്. ടാക്സ് അടച്ച് നമ്പറായ വണ്ടിയാണ്. ഇതിപ്പോ റേറ്റ് 8,90,000 രൂപ. 8,90,000 രൂപയാണ്. ചെറിയ രീതിയിലുള്ള ഡിപ്രസിയേഷൻ ഒക്കെ വരുത്താം. പാർക്ക് ആൻഡ് സെയിൽ ആകുമ്പോൾ എന്താണ്, നിങ്ങൾ വന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോടൊന്ന് സംസാരിച്ച് ഫൈനലാക്കി തരാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് പാർക്ക് ആൻഡ് സെയിലിൽ വരുന്ന വണ്ടിക്ക് നമുക്ക് ഒരിക്കലും ഫൈനൽ പ്രൈസ് പറയാൻ പറ്റില്ല. നമുക്ക് അത് ഡിപ്പെൻഡാണ്. കാരണം കസ്റ്റമർ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഫൈനലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ വില ഇപ്പോൾ നമ്മൾ ചോദിച്ച വിലയാണ്. അടുത്തതായി ഹോണ്ട അമേസ് 2022 മോഡലിൽ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. കിലോമീറ്റർ ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസോ? റേറ്റ് ലാസ്റ്റ് 6,90,000 രൂപ. 6,90,000 രൂപക്ക് ഇതൊരു ഓഫർ പ്രൈസ് ആണ്. ഹോണ്ട അമേസ് എന്ന് പറഞ്ഞാലേ ഒരു ലക്ഷറി ലുക്കിൽ അല്ലെങ്കിൽ ഒരു ക്യൂട്ട് ലുക്കിൽ ഒരു കിടിലൻ വണ്ടി തന്നെ. വാറണ്ടി ഉണ്ട്, മെയിൻ്റെനൻസ് കമ്മിയാണ്, ഡോക്ടറെ ചിഹ്നമൊക്കെ ഉണ്ട്. ഞൈമ ട്രോളാ വരണ്ട അല്ലേ? ഫസ്റ്റ് ഓണർ ഡോക്ടർ അവിടെ അതെ. ഇനി ഡോക്ടർ ആയി എഴുതിയിട്ട് വണ്ടി ഉഷാറാവില്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. ഇനി ഡോക്ടർ വണ്ടിയാണ് എഴുതിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. അടുത്തത് ഒരു സെഡാൻ കാറിൽ അത്യാവശ്യം എൻക്വയറി വരുന്ന വണ്ടി തന്നെയാണ്. അതാണ് അതിൻ്റെ മോഡല്. കാരണം ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന മോഡലാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡിൽ തന്നെ ഡീസൽ. കാരണം മൈലേജ് വേണം നിങ്ങൾക്ക്. അടിപൊളി ഒരു കംഫർട്ടിൽ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് വാങ്ങിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് സിയാസ്. ഇത് എപ്പോഴും കിട്ടൂല, കിട്ടുമ്പോൾ വാങ്ങണം. കാരണം ഹൈബ്രിഡ് ആയതുകൊണ്ട് അല്ലേ. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,18,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാരണമൊന്നും ഇല്ലാത്തതുണ്ട്. എന്താ വില? റേറ്റ് വരുന്നത് 6,90,000. 6,90,000 രൂപക്ക് നിങ്ങൾക്ക് ഒരു കിടിലൻ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇന്നോവ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് ട്രോളോട് ട്രോളേക്കാരം. അൻഷിക്കോട ഉണ്ടോ കോട? അപ്പോൾ ഞങ്ങളേ ഇന്നോവയും പാടൊന്ന് കാണിക്കാം. വാസുമൻ വാ. ആളുകൾ എന്തായാലും വിളിച്ചിട്ട് തന്നെ വരണം. ഒരേ ഒരു വണ്ടിയേ ഉള്ളൂ. ഞാൻ ആദ്യം കാണിച്ചു, പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലെങ്കിലേ നമ്മളെ ആൾക്കാർ വിയറ്റ്നാമിൽ പോയ സമയത്തൊക്കെ ഏകദേശം ഡെയിലി ഒരു 2-3 കസ്റ്റമർ ലോങ്ങിന്ന്
വിളിക്കാതെ വരിക. നിങ്ങൾ വിളിച്ചിട്ട് തീർച്ചയായിട്ടും വരണം. കാരണം നമുക്കൊരു ഇപ്പോൾ ഒരു 6 വണ്ടി 7 വണ്ടി ഒരുമിച്ച് സ്റ്റോക്ക് വന്നു. അത് നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഏത് വണ്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് വരണം. ലോങ്ങിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആയതുകൊണ്ട് ഇവിടെ അടുത്തുനിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്, നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് വണ്ടി ഉണ്ടോ എന്ന് കൺഫർമേഷൻ ചെയ്തിട്ട് വരണം. ചില കസ്റ്റമർ വരാറുണ്ട്, അവർക്ക് ഏതെങ്കിലും വണ്ടി നോക്കാം, ഇന്നോവ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കസ്റ്റമർ അവർ ഏതെങ്കിലും വണ്ടി നോക്കാന്നുള്ള ഉദ്ദേശത്തിലൊക്കെ വരുന്നതാണ്. ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ 3 വണ്ടിക്കും നിങ്ങൾ തീർച്ചയായിട്ടും കോൾ ചെയ്ത് വരണം. അതേപോലെ നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണറോ ആർക്കെങ്കിലും ബെറ്റർ പ്രൈസിൽ സെയിൽ ചെയ്യാൻ നിങ്ങൾ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് ഉപകാരമാണ്, നമുക്ക് ഉപകാരമാണ്, വാങ്ങിക്കണവർക്ക് ഉപകാരിക്കാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. സെയിൽ ചെയ്യേണ്ട ആൾക്കാർ ധൈര്യമായിട്ട് കൊണ്ടുവരും. നമുക്ക് നമ്മളേതായിട്ടുള്ള കസ്റ്റമർ ഉണ്ട്. അതായത് നിങ്ങൾ ഓണർഷിപ്പിലുള്ള വാഹനമാണോ, അതായത് മേജർ ആക്സിഡൻറ്റ് ഉണ്ടായത്, ഫ്ലഡ് ഉണ്ടായത്, കിലോമീറ്റർ തിരിച്ച വാഹനമായത്, അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ പാർക്കാൻ സെയിലിനും വെക്കുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളതും അറിയിക്കും. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് 2015 മോഡലാണ്. ഇന്ന് സ്റ്റോക്ക് വന്നതാണ്. ഏകദേശം ഒരു മണിക്കൂർ ആവുന്നുള്ളൂ വണ്ടി എത്തിയിട്ടുള്ളൂ. 2015 മോഡല് ഒറിജിനൽ കേരള 1,30,000 കിലോമീറ്റർ 1:30 വരെ കറക്റ്റ് സർവീസ്. അതായത് 15 മോഡലിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആട്ടോ, റീ ആയതല്ല. 1,30,000 കിലോമീറ്റർ ഓടിയ കമ്പനി ഹിസ്റ്ററിയോട് കൂടിയുള്ള വണ്ടി. ഇപ്പോൾ ഇന്നോവക്ക് 1:30 ഓടുക എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ് കിലോമീറ്റർ. കാരണം ഒരു ചെറിയ കിലോമീറ്റർ തന്നെ ഇന്നോവനെ സംബന്ധിച്ച് പറയാൻ പറ്റും. ഹിസ്റ്ററി ഓരോ സർവീസും കറക്റ്റ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. പക്ഷേ ഇതിന്റെ ഒരു ബോണറ്റും ഒരു ഡോറും റീപ്ലേസ് ഉണ്ട്. അപ്പൊ റീപ്ലേസ് ഉണ്ട്, മേജർ ആക്സിഡന്റ് അല്ല. ബോണറ്റും ഉണ്ട്, ഒരു ഡോറും ഉണ്ട്. അത് ബോണറ്റ് ഇത് ചെറിയ സ്ക്രാച്ച് ഉണ്ടായിട്ട് കസ്റ്റമർ ഷോറൂമിൽ നല്ല മാറിയിരിക്കണേ, പുറത്തുനിന്നാണ് മാറി. ഷോറൂമിൽ ഇത് ക്ലെയിമിൽ ഷോറൂമിൽ കാണിക്കുന്നില്ല, പക്ഷെ ഒരു പുറത്തുനിന്നാണ് ഇത് ക്ലെയിം ചെയ്ത് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആയ വണ്ടിയാണോ എന്ന് ഇതൊരിക്കലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടൂല. കാരണം ഈ ബോണറ്റ് റീപ്ലേസ് ഇല്ലത് നമ്മൾ പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതിനൊരു റീപ്ലേസ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ബോണറ്റ് മാറിയതാണെന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന് എങ്ങനെ മാറിയെന്ന് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരും. വെറുതെ പറയല്ല മേജർ ആക്സിഡന്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല. മേജർ ആക്സിഡന്റ് അയക്കണമെങ്കിൽ നമ്മൾ ആക്സിഡന്റ് അയക്കണമെന്ന് തന്നെ പറയും. ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയില്ല. ബോണറ്റിൻ്റെ പറ്റിയ അപകടം ആ കസ്റ്റമർ ഉണ്ട്. അതേപോലെ ഡോറ് കമ്പനിന്ന് മാറിയിരിക്കണ മാറിയത്. അപ്പോൾ ഈ 2 റീപ്ലേസ് ഉണ്ട്. ഇതിന്റെ ഫൈനൽ പ്രൈസ് ഒരാൾക്ക് എടുക്കാൻ ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയൂല. കാരണം കമ്പനിയിൽ ക്ലെയിം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞതും നമ്മൾ ചെക്ക് ചെയ്തിട്ട് കണ്ടതും നിങ്ങളുമായി പങ്കുവെച്ചതാണ്. ഇതിന്റെ ഫൈനൽ പ്രൈസ് 11,90,000 രൂപ. 11,90,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഒറിജിനൽ കേരള 15 മോഡലാണ്. പിന്നെ ക്രിസ്റ്റന്റെ അഡീഷണൽ അലവിയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ വില കൂടുതലാണെന്ന് വെച്ചാൽ കൂടുതലല്ല, കമ്മിയാണെന്ന് വെച്ചാൽ കമ്മിയല്ല. ഒരു അടിയിലുള്ള പ്രൈസാണ്. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഒറിജിനൽ കേരള. ഇതിപ്പോൾ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മളൊരു 10 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ പേരിലാക്കി കൊടുക്കുന്ന വണ്ടിയാണ്. ഒരു 9-9:45 തീർച്ചയായിട്ടും ഇനിയും വാഹനങ്ങൾ നിങ്ങളെ കാണിക്കാണ്ട്. ഒരു സ്കോഡ കുഷാക്ക് ലോ കിലോമീറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 17,000 ഓടിയിട്ടുള്ളൂ. അതിന്റെ പ്രൈസ് പറഞ്ഞോളി. ഇത് നമുക്കൊരു 14.5 ലക്ഷം രൂപ കൊടുക്കും. 14.5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ഏകദേശം 20 ലക്ഷം രൂപേന്റെ മുകളിലോട്ട് 20 ലക്ഷം രൂപേന്റെ മുകളിൽ വില വരുന്ന വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. മാനുവൽ ട്രാൻസ്മിഷനിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കാണിച്ച വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ലാഗ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 വീഡിയോ സ്പെഷ്യൽ സംഭവങ്ങൾ നമ്മുടെ ചാനലിൽ വരാണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്തോളി. 2 പേർക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലും 2 പേർക്ക് യൂട്യൂബിലും 2 പേർക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ കോഡ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ കിട്ടുന്നത് നോക്കാമല്ലോ. അടുത്ത വീഡിയോയിൽ അടുത്ത സമ്മാനങ്ങളുമായിട്ട് നമ്മൾ വരും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോൽക്കില്ല സമ്മാനങ്ങളും പൈസ ഒക്കെ അയച്ചു കൊടുത്തു. ഗിഫ്റ്റ് നമ്മൾ അയക്കാൻ പോവുകയാണ്. അതേപോലെ നമ്മൾ ഫിൽറ്ററിൻ്റെ സമ്മാനങ്ങൾ നമ്മൾ 2 ആളെ കിട്ടിയിട്ടുള്ളൂ. ഇനി 3 ആളെയും പാടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യാണ്. അത് നമ്മൾ അയച്ചു കൊടുക്കും. ഇതേപോലെ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതേപോലെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഗിവ് അവേ കൊടുക്കാനുള്ള കാറ്. അധികം വൈകാതെ നമുക്കൊരു കാറ് സർപ്രൈസ് ആയിട്ട് കാറ് നമ്മളൊരു പ്ലാനിങ്ങിലുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതുവരെ കണ്ട ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. നല്ല മഴ ഉണ്ട് കേട്ടോ.